വിശ്വസിക്കാൻ തോന്നുന്നു. ഇന്നലെ രാത്രി തെക്കേടത്തില്ലത്തെ തിരുമേനി ഗന്ധർവനെ കണ്ട് ഭയന്ന് ഓടിപ്പോയതാണ് പോലും. ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞുകുട്ടി, എന്റെ ഗന്ധർവൻ എന്നെ രക്ഷിക്കും. ഇനി ഞാൻ എന്നും മഞ്ഞൾക്കുറി തൊടും, പൂച്ചോടും, കണ്ണെഴുതും. എന്റെ ഗന്ധർവൻ എന്നും എന്നോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. ഇന്നലെ രാത്രിയിലെ തിരുമേനി ഇല്ലത്തെന്ന് കയറിയപ്പം അയാൾക്ക് മുണ്ടുപോലും ഇല്ലായിരുന്നു പോലും. ഏട്ടൻ വരുന്നുണ്ട്. അതാ ആ മുൻപേ ഓടിപ്പോയ പെണ്ണാണ് എന്റെ സഹോദരി. പിന്നെന്താ വളരെ നാൾ കൂടി നിന്നെ കണ്ടിട്ട് ഓടിക്കളഞ്ഞത്? അതൊക്കെയാണ് ഞങ്ങളുടെ പഴയ ആചാരങ്ങൾ. സഹോദരി മൂത്ത സഹോദരനെ നേരിൽ കാണാൻ പാടില്ല. എന്റെ പഴഞ്ചൻ ഏർപ്പാടുകൾ. ഈ സ്ഥലം എന്തു മനോഹരമായിരിക്കുന്നു, എന്തൊരു ശാന്തത. 20-ാം നൂറ്റാണ്ട് ഇങ്ങോട്ട് എത്തി നോക്കിയിട്ട് പോലുമില്ല. ഗന്ധർവനും നാഗരാജാവും യക്ഷിയും ഒക്കെയാണ് ഇവിടെ ഭരണം നടത്തുന്നത്. വാ ഏട്ടൻ വരുന്നു. ഏട്ടൻ വരുന്നു. അവൻ വന്നാ? എന്റെ വാക്ക് വന്നാ? കൂടെ വേറൊരാളുമുണ്ട്. ആള് എടോ, നമ്മുടെ മുത്തശ്ശി ഒരു പഴയ ചിട്ടക്കാരിയാണ്. തനിക്ക് അസുഖമൊന്നും തോന്നരുത്. അതുകൊണ്ടാണ് ട്രെയിനിൽ വെച്ച് ഞാൻ പാൻറ് മാറ്റി കളഞ്ഞത്. താങ്കളൊക്കെ എന്താ നേരത്തെ പറയട്ടെ, ഞാനിത് മാറ്റിയില്ല. അത് വേണ്ടെന്ന്. എന്റെ അതിഥിയല്ലേ. പിന്നെ ഇവിടെ തനിക്ക് പറ്റിയ കസേരകളും അത് ഇതൊന്നുമില്ല. ഇവിടെ ഉള്ള സൗകര്യങ്ങളൊക്കെ കഴിയണം. എന്റെ വാസു 2 ദിവസമായി മുത്തശ്ശി. ഇതാരാ എന്റെ കൂടെ? എന്റെ ഒരു കൂട്ടുകാരൻ. ഇരിക്കണം. അയാളെ ചാവടിപ്പേരിൽ ഇഷ്ടായിരുന്നില്ലേ? ഞാൻ ഇവിടെ ഇരുന്നോളാം. ഇരിക്കൂ. എന്താ നിങ്ങളുടെ പേര്? സതീശൻ. സതീശൻ സതീശൻ മേനോ, സതീശൻ നായരോ? രണ്ടുമല്ല. കൈമളാണ് മുത്തശ്ശി. എടോ, ഞാൻ മുത്തശ്ശിയെ കണ്ടിട്ട് ഒരുപാട് നാളായി. വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് വരാം. നമുക്ക് അകത്തേക്ക് പോവാം മുത്തശ്ശി. അയച്ച കത്ത് നിനക്ക് എപ്പോഴാ കിട്ടിയത്? കത്ത് കിട്ടിയ ഉടനെ ഞാൻ ഇങ്ങോട്ട് പോന്നു മുത്തശ്ശി. ലക്ഷ്മിയുടെ സംബന്ധകാര്യത്തെ പറ്റി എഴുതിയിരുന്നില്ലേ? എഴുതിയിരുന്നു. ആ നമ്പൂരി വയസ്സിനല്ലേ മുത്തശ്ശി? പക്ഷേ തെക്കേടത്തെല്ലാം കേളി കേട്ടതാ. എത്ര കേൾവി കേട്ടതായാലും ലക്ഷ്മിക്ക് അവളുടെ അപ്പൂപ്പന്റെ പ്രായമുള്ള ഒരുത്തിനെ കൊണ്ട് പുടവ ഉടുപ്പിക്കുന്നത് അത്ര ശരിയല്ല. ആ തിരുമേനിക്ക് ഞാൻ വാക്ക് കൊടുത്തിട്ടുള്ളതാ. അയാള് വേണ്ട മുത്തശ്ശി. എന്നാ നീ വേറൊരു നമ്പൂരി അന്വേഷിക്കാൻ. ബ്രാഹ്മണന് ലക്ഷ്മിയെ വിവാഹം കഴിച്ചു കൊടുക്കണ്ട. നീ എന്താണ് ഈ പറയേണ്ടത് കുട്ടി? പഴയ കാലൊക്കെ പോയില്ലേ മുത്തശ്ശി? ലക്ഷ്മിയെ ഏതെങ്കിലും ജോലിയുള്ളൊരു ചെറുപ്പക്കാരനെ വിവാഹം കഴിച്ചു കൊടുത്താൽ മതി. അപ്പോ ഈ തറവാടിന്റെ പാരമ്പര്യോ? അന്വേഷിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വമില്ലാതെ സന്താനങ്ങളെ മാത്രം ജനിപ്പിച്ചിട്ട് പോകുന്ന പാരമ്പര്യം നശിക്കണം. എനിക്കും ലക്ഷ്മിക്കും ഞങ്ങളുടെ അച്ഛനെ കണ്ട ഓർമ്മയില്ല. ആ തിരുമേനിയെ ഞങ്ങൾ അച്ഛനെന്ന് വിളിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ആ ബ്രാഹ്മണൻ ഒരു നേരത്തെ ആഹാരത്തിനുള്ള വക പോലും തന്നിട്ടില്ല. ആ ഗതികേട് ലക്ഷ്മിയുടെ സന്താനങ്ങൾക്കുണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല മുത്തശ്ശി. വാസു അവിടെ ഇരിക്കേ. എന്റെ കൂടെ വന്ന ആ ചെറുപ്പക്കാരനെ കൊണ്ട് ലക്ഷ്മിയെ വിവാഹം കഴിപ്പിക്കണം. അയാൾക്ക് 1000 രൂപ ശമ്പളമുണ്ട്. അവളുടെ വിവാഹം കഴിഞ്ഞാൽ അവളെയും മുത്തശ്ശിയെയും ഞാൻ ബോംബെക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുകയാണ്. ഞാൻ വരില്ല. എന്റെ ഈ തറവാട് വിട്ട് ഞാൻ വരില്ല. ദൈവങ്ങളെ, എരഞ്ഞിട്ടും തറവാട് നശിക്കാൻ പോവാണോ? നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ തറവാട് നാശത്തിൽ നിന്നും രക്ഷ നേടാൻ പോവാണ് മുത്തശ്ശി. ഞാനിപ്പോ വരാം. ലക്ഷ്മി, ലക്ഷ്മി നിൽക്കൂടെ. നീ എന്താണ് ഒളിച്ചു കളിക്കുന്നത്?
സഹോദരനെ കണ്ടുകൂടാ എന്നുള്ളതെല്ലാം പഴയ പാരമ്പര്യമാണ്. നീയും ആ പഴയ പാരമ്പര്യത്തിൽ കുടുങ്ങി ആ മുതുക്കൻ നമ്പൂരിയുടെ വെപ്പാട്ടിയായി ജീവിതം തുലയ്ക്കാണോ ഭാവം? ലക്ഷ്മിക്കുട്ടിക്ക് അത് ഇഷ്ടമല്ല. പഴമയിൽ നിന്നും മാറാൻ മുത്തശ്ശിക്ക് ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ മാറിയേ തീരൂ ജീവിക്കാൻ. നീ കുറച്ച് മോരും വെള്ളം കിഴക്കുവശത്തേക്ക് കൊണ്ടുവരും. കൊടുത്തയച്ചാ പോരാ, നീ തന്നെ കൊണ്ടുവരണം. എടോ, തന്റെ തറവാട്ടിന്റെ ചുറ്റുപാട് അതിമനോഹരമാണ്. ബോംബെയിലെ ശ്വാസം മുട്ടിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്ന് ഇവിടെ വന്നപ്പോ എന്തൊരു മാറ്റം! അന്തരീക്ഷത്തിന് തന്നെ ഉണ്ടൊരു സുഗന്ധം. ഞങ്ങളുടെ സർപ്പക്കാവില് അസാധാരണ സുഗന്ധമുള്ള ഒരു പൂവുണ്ട്. മുത്തശ്ശി പറയുന്നത് ലോകത്തിൽ ഈ ഒരു കാവിൽ മാത്രമേ അങ്ങനെ ഒരു പൂവുള്ളൂ എന്നാണ്. ഗന്ധർവന്മാർക്ക് ആ പൂവിന്റെ വാസന വലിയ ഇഷ്ടാത്രേ. അതുകൊണ്ടായിരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതിരിക്കട്ടെ, നീ എന്തിനാ ഞാൻ കൈമലാണെന്ന് പറഞ്ഞത്? പൂമുഖത്ത് കയറിയ നീ പിള്ളയും നായരും അല്ലെന്ന് അറിഞ്ഞാല് മുത്തശ്ശി നമ്മളെ രണ്ടുപേരെ ഓട്ടിക്കും. അപ്പൊ തെണ്ണയിൽ കയറാവുന്ന ഒരു ജാതിയുടെ പേര് പറഞ്ഞെന്ന് മാത്രം. മുത്തശ്ശിക്ക് ആദ്യമേ ഞെട്ടലുണ്ടാക്കണ്ടല്ലോ. ലക്ഷ്മി, ഇങ്ങോട്ട് കൊണ്ടുവരും. നീ ഈ ആളെ അറിയുമോ? എന്റെ ഒരു കൂട്ടുകാരനാണ്. നിന്നെ പിന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇവള് മോര് കൊണ്ടുവന്ന് തന്നെ ഈ തറവാട്ടിലൊരു വലിയ വിപ്ലവമാണ്. ഗോയിനാരെ, ആരെങ്കിലും വേലക്കാരെ വിളിച്ച് ഈ പെട്ടിയും ബാഗും ഒക്കെ ആ ചാവടിയിൽ എടുത്ത് വെപ്പിച്ചോളൂ. പെണ്ണിനെ കണ്ടല്ലോ. ഇനി നീ നിന്റെ തീരുമാനം പറയണം. സഹോദരനായതുകൊണ്ട് ഒന്നും ഒളിച്ചു വെക്കണ്ട, എല്ലാം തുറന്നു പറഞ്ഞോളൂ. നിന്നോടൊന്ന് ഒളിച്ചു വയ്ക്കാനിരിക്കുന്നു. നിന്റെ പെങ്ങളെ ഞാൻ വിവാഹം ചെയ്തോളാം. ലക്ഷ്മിക്കുട്ടി, ഇതെന്തൊരു നിപ്പ! ഏട്ടന് മറ്റേ അദ്ദേഹം അത്താഴം ഉണ്ണാൻ വരുന്നെന്ന്. നിങ്ങളൊക്കെ വിളമ്പി കൊടുത്താൽ മതി. ലക്ഷ്മി, ഇത് നല്ല കൂത്ത്. ആ മുതുക്കൻ നമ്പൂരിക്ക് കുട്ടിയെ കൊടുക്കാത്തോണ്ട് മുത്തിയമ്മയ്ക്ക് മുണ്ടാട്ടോ ഒരിയാട്ടോ ഇല്ല. സുന്ദരനും ചെറുപ്പക്കാരനുമായ ഉദ്യോഗസ്ഥനുമായ ഒരാളെ കൊണ്ട് കല്യാണം കഴിക്കാൻ നിശ്ചയിച്ചപ്പോ കുട്ടിക്ക് അത് സങ്കടമാണോ? എനിക്ക് ഉദ്യോഗസ്ഥന് വേണ്ട, ചെറുപ്പക്കാരന് വേണ്ട, ആരും വേണ്ട. ഓ, ആ ഗന്ധർവനിപ്പ് വരും സ്വർഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവാൻ. ഈ കുട്ടിക്ക് ഭ്രാന്ത.